അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭായ് ഭായ് എന്നാണ് പറഞ്ഞത്. എന്നാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ തിരിഞ്ഞിട്ട് കുറച്ചധികം നാളുകളായി. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ രണ്ടാം ടേമിലെ ആദ്യഘട്ടത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 6 മാസങ്ങൾക്ക് മുൻപ് അധികാരത്തിലേറിയ സമയത്ത് ഇന്ത്യ ശക്തമായ സാമ്പത്തിക വ്യവസ്ഥയുള്ള രാഷ്ട്രമാണെന്നും ഇന്ത്യ മികച്ച രാഷ്ട്രമാണെന്നും ഇന്ത്യ സ്ട്രോങ്ങസ്റ്റ് രാഷ്ട്രമാണെന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത സുഹൃത്താണെന്നും ഒക്കെ വാഴ്ത്തിപ്പാടിയ ട്രംപ് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മരിച്ചുവെന്നും ഇന്ത്യക്കെതിരെ നിരന്തരമായി താരിഫ് യുദ്ധവും നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഈ മറക്കമറിച്ചിൽ? ഇന്ത്യക്കെതിരെ ട്രംപ് തിരിയാൻ പ്രധാനമായും 5 കാര്യങ്ങളാണ് നിരീക്ഷിക്കപ്പെടുന്നത്. അത് ഇതൊക്കെയാണ്. ഒന്ന്, വ്യാപാര സംഘർഷങ്ങളും പരസ്പര താരിഫുകളും തന്നെയാണ്. ഉയർന്ന ഇന്ത്യൻ ഇറക്കുമതി താരിഫുകളാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയുടെ ശരാശരി ഇറക്കുമതി താരിഫ് US ശരാശരിയേക്കാൾ വളരെ കൂടുതലാണത്രേ. ഇത് ട്രംപിനെ ഇന്ത്യ താരിഫ് രാജാവ് വളരെയധികം ദുരുപയോഗം ചെയ്യുന്ന രാഷ്ട്രമെന്ന് മുദ്ര കുത്തുന്നതും പൊതുപ്രസംഗത്തിൽ ഇത് ആവർത്തിച്ച് വിമർശിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് US വ്യാപാര കമ്മിയുണ്ട്. US ഇന്ത്യയുമായി ഗണ്യമായ വ്യാപാര കമ്മിയുണ്ട്. ഏകദേശം $100 ബില്യൺ കൂടുതലുണ്ടെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ ആവശ്യപ്പെടുകയും ഇന്ത്യൻ ഇറക്കുമതികൾക്ക് 25% അധിക തീരുവയ്ക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. അതായത് ട്രംപ് ലോകത്തോട് മുഴുവനും യുദ്ധം ചെയ്യുന്നത് താൻ അധിക താരിഫ് ചുമത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ഇന്ത്യക്കെതിരെയും പ്രയോഗിച്ചു. ഇനി ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് രണ്ടാമത്തെ കാര്യത്തിൽ വ്യക്തമാകും. രണ്ടാമത്തെ കാരണം, ട്രംപ് അദ്ദേഹത്തിന്റെ രാഷ്ട്രത്തിൽ തന്നെ നാണം കെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ്. ലോകത്ത് താൻ സമാധാനം കൊണ്ടുവരുമെന്നും യുദ്ധങ്ങൾ നിർത്തുമെന്നുമായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ഒരുപാട് യുദ്ധങ്ങൾ ഇടനിലക്കാരൻ എന്ന രീതിയിൽ നിർത്തുന്നത് കൊണ്ട് തന്നെ തനിക്ക് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് അടക്കം വേണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട്. നോക്കൂ, ഗസയിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ നടത്തുന്ന യുദ്ധം താൻ ഇടപെട്ട് നിർത്തുമെന്നായിരുന്നു ട്രംപ് ആദ്യം പറഞ്ഞത്. പക്ഷേ ഇതെങ്ങും എത്തിയില്ല. മറ്റൊന്നായിരുന്നു റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം. ഇതും റഷ്യയോടും പുടിനോടും ഒക്കെ സംസാരിച്ചിട്ടും സെലൻസ്കിയോട് സംസാരിച്ചിട്ടും അതെങ്ങും എത്തിയില്ല എന്ന് മാത്രമല്ല, യുദ്ധം തുടരുകയുമാണ്. ഇതിൽ നിന്നൊക്കെ ഒരു ലോക നേതാവ് എന്ന പട്ടത്തിൽ നിന്നും ട്രംപ് അടിതെറ്റി താഴെ വീഴുന്നുണ്ട്. സത്യത്തിൽ ഇതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഇതിനായി ഇന്ത്യൻ തൊഴിലാളികൾക്ക് വർക്ക് വിസ നിഷേധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനിടയിലാണ് എപ്സ്റ്റൈൻ ഫയൽസ് അടക്കമുള്ള കാര്യങ്ങളിൽ ട്രംപ് വീണു പോകുന്നത്. മാത്രമല്ല, അമേരിക്കയിലുള്ളിൽ, അതായത് ആഭ്യന്തര തലത്തിൽ തന്നെ ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം സമാധാനമില്ല. അവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ധാരാളമായി ഉണ്ട്. ഇല്ലീഗൽ മൈഗ്രേഷനെതിരെ ട്രംപ് നടത്തുന്ന നടപടികളിൽ വലിയ പ്രതിഷേധങ്ങളുണ്ട്. എന്നാലും അതൊക്കെ അടിച്ചമർത്താനും ഒക്കെ അദ്ദേഹത്തിന് ഇനി സമയവും ആവശ്യമുണ്ട്. ഇതിനെയൊക്കെ മറച്ചു പിടിക്കാനാണ് ഇമിഗ്രേഷൻ ആൻഡ് ടെക് മേഖലയിലടക്കം ട്രംപ് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഇന്ത്യക്കാർക്ക് H-1B വിസകളിലും നാടുകടത്തലിലും ഒക്കെ കർശനമായി നിലപാടെടുക്കുന്നുണ്ട്. ട്രംപിന്റെ രണ്ടാം ടേമിൽ ഇന്ത്യൻ പൗരന്മാരെ നിർബന്ധിതമായി നാടുകടത്തൽ ഉൾപ്പെടെ വന്നിരുന്നു. എന്തായാലും ട്രംപ് സ്വന്തം നാട്ടിൽ തന്നെ നാണം കെടുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മറച്ചു പിടിക്കാൻ വേണ്ടി ഇന്ത്യയെ ഒരു ആയുധമാക്കി ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്നാണ് ട്രംപിന് നഷ്ടമാകുന്ന ലോകത്തിലെ ലിവറേജ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു ഗ്രിപ്പ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. താരിഫാണ് ട്രംപിന്റെ പ്രധാനപ്പെട്ട ആയുധം. വ്യാപാരം പൂട്ടിക്കാനും ഇന്ത്യയുടെ കാർഷിക മേഖല ഉൾപ്പെടെ തുറന്നു കൊടുക്കാനും ട്രംപ് ആവശ്യപ്പെട്ടെങ്കിലും ഇന്ത്യ ഇതിന് വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, ട്രംപിന്റെ ഇങ്ങനെയുള്ള പടലപ്പിണക്കങ്ങളൊന്നും ഇന്ത്യ നിന്നു കൊടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. താരിഫുകളെ സഖ്യകക്ഷികൾക്കുള്ള ശിക്ഷയായും ഇന്ത്യ ബ്രസീൽ പോലുള്ള വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥകൾക്കുള്ള മുന്നറിയിപ്പായും ഒക്കെ ട്രംപ് കൊണ്ടു നടക്കുന്നുണ്ട്. നോക്കൂ, നാറ്റോ സഖ്യത്തെ ഇത്തരത്തിൽ പ്രഷർ നൽകി പ്രതിരോധ ഫണ്ട് വർദ്ധിപ്പിച്ചതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അതായത് ഒരു ലിവറേജ്, താനൊരു ലോക നേതാവാണ്, അമേരിക്കൻ പ്രസിഡന്റ് ആണെന്നുള്ള തരത്തിൽ തനിക്ക് കിട്ടേണ്ടുന്ന ഒരു സ്പേസിനെ ഓർത്ത് അദ്ദേഹം ആ ലിവറേജ് പോകുന്നതിൽ അസ്വസ്ഥതയുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. മറ്റൊന്നാണ് റഷ്യയുമായുള്ള ഇന്ത്യയുടെ സൗഹൃദം. ഇന്ത്യക്കെതിരെ വീണ്ടും നികുതി ഭീഷണി മുഴക്കിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിന് മറുപടിയൊക്കെ ഇന്ത്യ കഴിഞ്ഞ ദിവസം നൽകുകയും ചെയ്തിരുന്നു. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായി വ്യാപാര ബന്ധം തുടരുന്നുണ്ടെന്നും ഇരട്ടത്താപ്പ് അംഗീകരിക്കാനാവില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് ഭീഷണി മുഴക്കുന്നത്. ഇതിന് ശക്തമായ ഭാഷയിൽ ഇന്ത്യ മറുപടി നൽകിയിട്ടുണ്ട്. യുക്രൈനിൽ 100 കണക്കിന് പേർ കൊല്ലപ്പെടുമ്പോഴാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതെന്നാണ് ട്രംപ് നടത്തിയ പ്രധാനപ്പെട്ട ആരോപണം. പക്ഷേ ഇന്ത്യയും റഷ്യയും പോലുള്ള വലിയ 2 ശക്തികൾ കൈകോർത്താൽ അത് അമേരിക്ക എന്ന് പറഞ്ഞ വലിയ ശക്തിക്ക് വലിയ തിരിച്ചടിയാകുമെന്നുള്ള ഉറപ്പുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. ഇനി യുദ്ധത്തിനെതിരായാണ് ട്രംപിന്റെ ആശങ്കയെങ്കിൽ എന്തുകൊണ്ടാണ് ഇസ്രായേലിനൊപ്പം ട്രംപ് നിൽക്കുന്നത് എന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കാനാവില്ലേ? യുക്രൈൻ റഷ്യ സംഘർഷം തുടങ്ങിയപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ US പ്രോത്സാഹിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആഗോള എണ്ണവില പിടിച്ചു നിർത്തിയത് ഇന്ത്യയുടെ ഈ തീരുമാനവുമാണിത് വിദേശകാര്യ വക്താവ് കൃത്യമായി അറിയിക്കുകയും ചെയ്തിരുന്നു. ഉപരോധങ്ങൾ ഉണ്ടായിരുന്നിട്ടും
ഇന്ത്യയുടെ റഷ്യൻ മിസൈൽ സംവിധാനങ്ങളുടെ സംഭരണവും ആയുധം വാങ്ങലും US പ്രതീക്ഷകൾക്ക് വലിയ വിരുദ്ധമാണ്. കാരണം റഷ്യയിൽ നിന്നും ഇന്ത്യ ആയുധം കൈവരിക്കുക, അതിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നയതന്ത്ര പിഴവുകളും മധ്യസ്ഥ ഓഫറുകളും. കശ്മീരിലും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളിലും യുദ്ധത്തിലും ട്രംപിന്റെ മധ്യസ്ഥത ഇന്ത്യ നിരസിച്ചിട്ടുണ്ട്. ഇതിനെ ഇന്ത്യ ഒരു ആഭ്യന്തര ഉഭയകക്ഷി കാര്യമായാണ് കാണുന്നത്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചതിന്റെ ക്രെഡിറ്റ് ട്രംപ് തെറ്റായി പല ഘട്ടങ്ങളിലും അവകാശപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ ശക്തമായി ഇതിനെ നിരാകരിച്ചിട്ടുമുണ്ട്. പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ വൈറ്റ് ഹൗസിൽ വിളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത ട്രംപിനോട് ഇന്ത്യക്ക് ഇനി അത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൈകൊടുക്കേണ്ട ആവശ്യമില്ല. ചെകുത്താനോട് പോലും ഡീല് നടത്തുന്ന ആളാണ് ട്രംപെന്ന് നമ്മളതിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും വിഷയങ്ങളൊക്കെ കയറി ഇടപെടുക, അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുക എന്നതാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സുഖിപ്പിച്ചും തലോടിയും എല്ലാ കാലത്തും ട്രംപ് നിന്നിട്ടുണ്ട്. പാകിസ്ഥാൻ അമേരിക്കയുടെ ഒരു ഹബ്ബായി അവർ രൂപീകരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വൈറ്റ് ഹൗസിൽ അസീം മുനീറിനെ വിളിച്ച് ഭക്ഷണം കൊടുത്തതിന്റെ തൊട്ട് പിറ്റേ ദിവസം ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കൊടുക്കണമെന്ന് പാകിസ്ഥാൻ ട്വീറ്റ് ചെയ്യുന്നത് തന്നെ. ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു. ലോകം കണ്ട ഏറ്റവും വലിയ വ്യവസായിയായ ട്രംപിന് ഏറ്റവും അടിയന്തരമായ ആവശ്യം ഇന്ത്യൻ മാർക്കറ്റ് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ ചിന്തിക്കുമ്പോൾ നിക്ഷേപങ്ങൾ വരുന്നതൊക്കെ നല്ലതാണെങ്കിലും ഒരു ലിവറേജ് ഇന്ത്യയിലുള്ളിൽ മുഴുവനും ട്രംപിന് കൊടുക്കാൻ നിലവിൽ നമുക്ക് സാധിക്കില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ താരിഫ് ഏർപ്പെടുത്തിയാലും ഇന്ത്യയുടെ GDP-യിൽ ചെറിയൊരു ശതമാനം മാത്രം ഇടിവാണ് നമുക്കുണ്ടാവുന്നെന്ന് ബോധ്യപ്പെടുത്തലും, അതുകൊണ്ട് പേടിപ്പിക്കലും വിരട്ടലും വിലപേശലും ഒന്നും ഇന്ത്യയോട് വേണ്ട എന്നും ഇന്ത്യ ആവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്.